Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് ഡയറക്ഷൻസ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാ ഇങ്ങോട്ട് പോകാനുള്ള വഴി ഏതാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇംഗ്ലീഷിൽ അത് പറയണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, ഡയറക്ഷൻ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വൊക്കാബുലറി ഉണ്ട്. ഇതിനകത്ത് ഞാൻ എല്ലാം എടുത്തിട്ടില്ല. ഡയറക്ഷൻസ് റിലേറ്റഡ് നമുക്കൊരു വീഡിയോയുടെ ലിമിറ്റിൽ നിൽക്കുന്നത്ര സാധനങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, സോ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈ റോഡെന്ന് വെച്ചാൽ തന്നെ എന്താ, രണ്ട് പ്ലേസസിനെ കണക്ട് ചെയ്യുന്ന ഒരു വഴിയാണ് അല്ലേ. നമുക്ക് നടന്നോ അല്ലെങ്കിൽ വഴീനെയാണ് നമ്മൾ റോഡെന്ന് പറയാം അല്ലേ. നമ്മൾ നടന്നോ സൈക്കിൾ ചെയ്തോ കാർ ഓടിച്ചോ ഒക്കെ നമ്മൾക്ക് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകാൻ പറ്റുന്ന, നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വഴിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, റോഡെന്ന് പറയുന്നത്. അപ്പം സ്ട്രീറ്റ് എന്തായിരിക്കും? നമ്മൾ സ്ട്രീറ്റ് എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്നത് ഒരു കുറേ കടകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. പക്ഷേ സ്ട്രീറ്റ് ഇസ് ഓൾസോ പബ്ലിക് റോഡ്. ഓക്കെ, രണ്ട് സൈഡിലും നിറയെ കടകളും എന്താ വീടുകളും ഒക്കെയുള്ള സ്ഥലത്തിന് അകത്തൂടെ പോകുന്ന പബ്ലിക് റോഡ്സിനെയാണ് നമ്മൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അവന്യൂ എന്ന് മറ്റൊരു റോഡ് ടൈപ്പ് ഓഫ് തിങ്ങിൻ്റെ പേരാണ് അവന്യൂ എന്ന് പറയുന്നത്. അവന്യൂ എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റിലൂടെ ഉള്ളത് കുറച്ച് ചെറിയ വഴികളായിരിക്കും. സ്ട്രീറ്റ് എന്ന് പറയുന്നത് ചെറിയ വഴികളായിരിക്കും. അതേസമയം അവന്യൂ എന്ന് പറയുന്നത് ഈ സ്ട്രീറ്റിനേക്കാളും കുറച്ചുകൂടെയും വലിയ വഴികളായിരിക്കും. കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ആ വഴികൾ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ രണ്ട് സൈഡിൽ നട്ട് കുറച്ചുകൂടെയും വൈഡായിട്ട് പോകുന്ന, എന്നാൽ ഇതുപോലെ ചുറ്റിനും ബിൽഡിങ്സിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ പോകുന്ന വഴികളാണ് നമ്മൾ അവന്യൂ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെയിൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഈ ഭയങ്കര നാരോ ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്, നാരോ ആയിട്ടുള്ള റോഡ്സ് ആണ്. അതായത് ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ ആളുകൾ താമസിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെയുള്ള ചെറിയ പോക്കറ്റ് റോഡ്സ് പോലെ ചെറിയ റോഡുകളെയാണ് നമ്മൾ ലെയിൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഹൈവേ എന്താണ്, നമ്മുടെ മെയിനായിട്ടുള്ള കുറേ ലെയിൻസ് ഉള്ള നമ്മുടെ വൈഡായിട്ടുള്ള റോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈവേ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വഴികൾ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഈ സാധനങ്ങൾ ഞാൻ ഇത് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ റോഡും സ്ട്രീറ്റും അവന്യൂ ലെയിനും ഹൈവേയും എല്ലാം വഴികളാണ്. ഓക്കെ, പക്ഷെ പലതിനും പല പേരായിരിക്കും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെ എല്ലാം എടുത്തത്. ഇനി നമ്മൾ ഇന്നത്തെ ഇതിൽ നോക്കാൻ പോകുന്നത് നമ്മൾക്ക് ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് പ്രൊപ്പോസിഷൻസും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നിൻ്റെ അടുത്തായിട്ടാണ് അടുത്തത് എന്ന് പറയാൻ വേണ്ടി, ഇപ്പം ലൈബ്രറിയുടെ അടുത്തായിട്ടാണ് കോഫി ഷോപ്പ് ഉള്ളതെന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊപ്പോസിഷൻ എന്താണ്? നെക്സ്റ്റ് ടു എന്ന ഫ്രേസാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. നെക്സ്റ്റ് ടു. ഓക്കെ, അപ്പോൾ എ ബിയുടെ അടുത്താണെന്ന് പറയാൻ വേണ്ടി എ ഇസ് നെക്സ്റ്റ് ടു ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ കോഫി ഷോപ്പ് ഇറ്റ്സ് നെക്സ്റ്റ് ടു ദ ലൈബ്രറി. ലൈബ്രറിയുടെ അടുത്തുള്ള ഇതാണ് കോഫി ഷോപ്പ് എന്ന് പറയുന്നത്. എന്നതിന് വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? നെക്സ്റ്റ് ടു ഉപയോഗിച്ചു. ഓക്കെ, സോറി. ഇനി അക്രോസ് ഫ്രം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്നുള്ളത് എന്താണ്? ഒന്നിന് എതിരെ ഇരിക്കുന്ന സാധനം. ഓക്കെ, വഴിയുടെ ഈ അറ്റത്താണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഉള്ളത്, എന്നാൽ ഈ അറ്റത്താണ് കോഫി ഷോപ്പ് ഉള്ളെങ്കിലോ അപ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് അക്രോസ് ഫ്രം ദ ലൈബ്രറി. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് ടു ദ library. The coffee shop is opposite to the library, അല്ലെങ്കിൽ the coffee shop is across from the library. Okay, so that is another one. ഇനി between ആണെങ്കിലോ, ഇപ്പം നമ്മൾക്ക് സെയിം ലൈബ്രറിയും കോഫി ഷോപ്പും എയും സിയും ആണെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ നടുക്കായിട്ടൊരു എന്താ ഉണ്ടാവുക, നമുക്ക് ഒരു സലൂൺ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഒരു സലൂൺ ഉണ്ട്. അപ്പം നമുക്ക് ഈ സലൂൺ എവിടെയാണെന്ന് ആരെങ്കിലും ചോദിക്കണം, നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ബിറ്റ്വീൻ ദ ലൈബ്രറി ആൻഡ് ദ കോഫി ഷോപ്പ്. അപ്പം നടുക്കെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഈ സ്ട്രീറ്റ്സിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു മൂലക്കിരിക്കുന്ന എന്തെങ്കിലും ഒരു കോർണറിൽ ഒരു മുക്കിനിരിക്കുന്ന സാധനങ്ങൾ കാണും. ഓക്കെ, അതിനെപ്പറ്റി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓൺ ദ കോർണർ എന്നാണ്. ഓക്കെ, ഓൺ ദ കോർണർ ഓഫ് ഇന്ന ലെയിൻ അല്ലെങ്കിൽ ഓൺ ദ കോർണർ ഓഫ് ഇന്ന ആവന്യൂ എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ
പറയാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒരു കോർണറിലിരിക്കുന്ന ഒരു പ്ലേസിൻ്റെ കോർണറിലാണെങ്കിൽ നമ്മൾക്ക് ആ വേർഡ് ഉപയോഗിച്ച് ഈ ഫ്രേസ് ഉപയോഗിച്ച് നമുക്കത് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടുത്തടുത്തടുത്ത് ഇത് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡയറക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കുറേ വെക്കാബ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്ന കേസിൽ നിങ്ങൾ കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഡയറക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വെക്കാബുലറി ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ആളുകളോട് ഡയറക്ഷൻസ് ചോദിക്കേണ്ട വരാറുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നമുക്കറിയില്ലാത്ത സ്ഥലത്ത് കൂടുതലും ചെല്ലുമ്പോൾ നമുക്ക് ഡയറക്ഷൻസ് ചോദിക്കേണ്ടി വരാറുണ്ട്. നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ചില കേസസിൽ നമുക്ക് എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോൾ നമ്മൾ ആളുകളോട് ചോദിച്ച് പോകാറുണ്ട് അല്ലേ. ശരി, അപ്പം അങ്ങനെ ഡയറക്ഷൻസ് ചോദിക്കേണ്ട കേസ് വരുമ്പോൾ നമ്മൾക്കിപ്പം ഇവിടെ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് ഉണ്ടോ എന്ന് നമ്മളെങ്ങനെ ചോദിക്കും? ഇവിടെ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് ഉണ്ടോ? ഇസ് ദെയർ എ കോഫി ഷോപ്പ് അറൗണ്ട് ഹിയർ? ഇസ് ദെയർ എ കോഫി ഷോപ്പ് അറൗണ്ട് ഹിയർ? ഇവിടെ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ സെൻറ്റൻസ് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് തപ്പലൊന്നും വരാതെ പെട്ടെന്ന് ചോദിക്കാം കേട്ടോ. സോ എന്താ നമ്മളിവിടെ ഒരു ലൈബ്രറി ഉണ്ടോ? നമ്മളങ്ങനെ ചോദിക്കും, ഇസ് ദെയർ എ ലൈബ്രറി അറൗണ്ട് ഹിയർ? ഇവിടെ ഒരു സലൂൺ ഉണ്ടോ? ഇസ് ദെയർ എ സലൂൺ അറൗണ്ട് ഹിയർ? ഓക്കെ, ഇനി ഇന്ന സ്ഥലം എവിടെയാണ്, കോഫി ഷോപ്പ് എവിടെയാണ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? വെയർ ഇസ് ദ കോഫി ഷോപ്പ്? ഓക്കെ, വെയർ ഇസ് ദ കോഫി ഷോപ്പ്? ഓൾറൈറ്റ്. ഇനി എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. എനിക്ക് പബ്ലിക് ലൈബ്രറിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്ന് നമ്മളെങ്ങനെ ചോദിക്കുക? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ ലൈബ്രറി? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ പബ്ലിക് ലൈബ്രറി? ഓക്കെ, അപ്പോൾ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ, ഓക്കെ. So, how can I get to the school? How can I get to the residential area? ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണോ ചോദിക്കേണ്ടത്, എങ്ങോട്ടാണോ പോകേണ്ടത്, നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയാണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ മോസ്റ്റ്ലി വഴി ചോദിക്കുന്ന ആരോടാ? സ്ട്രേഞ്ചേഴ്സിനോടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് വേണം ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അതാണ് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിക്കാം, കെൻ യു ടെൽ മീ വേർ ഇസ്? നമ്മൾ വെറുതെ വേർ ഇസ് ദ ബേർഡ് സാങ്ച്വറി എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലതായിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? കെൻ യു ടെൽ മീ വേർ ഇസ് ദ ബേർഡ് സാങ്ച്വറി? അതല്ലേ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടുള്ള. കെൻ യു ടെൽ മീ, കുഡ് യു ടെൽ മീ, കുഡ് യു ടെൽ മീ വേർ ഇസ് ദ ബേർഡ് സാങ്ച്വറി? അല്ലെങ്കിൽ നമുക്ക് എന്താ, ഡു യു നോ ഹൗ കെൻ ഐ ഗെറ്റ് ടു ദ പബ്ലിക് ലൈബ്രറി? ഡു യു നോ വേർ ദ കോഫി ഷോപ്പ് ഇസ്? ഓക്കെ, അപ്പം ഈ ഡു യു നോ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളവിടെ സെൻറ്റൻസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തും. വെയർ ഇസ് ദ കോഫി ഷോപ്പിന് വരെ നമ്മളത് എന്താക്കും? ഡു യു നോ. ഇൻഡയറക്റ്റ് സെൻറ്റൻസിൽ നമ്മൾ വരുമ്പോഴത്തേക്കും ഡു യു നോ ആദ്യം അവിടെ ഇടുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇസ് എന്ന് പറയുന്ന വേർബിനെ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റിലേക്ക് കൊണ്ടുവരും. ഡു യു നോ വെയർ ദ കോഫി ഷോപ്പ് ഇസ്? ഡു യു നോ വെയർ ദ ബേർഡ് സാങ്ച്വറി ഇസ്? ഡു യു നോ വെയർ ദ പബ്ലിക് ലൈബ്രറി ഇസ്? ഓക്കെ, ശരി. അപ്പം ഈ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് ഈ കാര്യങ്ങൾ മതി, എവിടെയാണെന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളെങ്ങനെ ചോദിക്കും? ഇസ് ദെയർ എ കോഫി ഷോപ്പ് അറൗണ്ട് ഹിയർ? ഓക്കെ, അവിടെ ഇത് എവിടെയാണെന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ഡു യു നോ വെയർ ദിസ് പ്ലേസസ്? ഓർ ക്യാൻ യു ടെൽ മീ വെയർ ദിസ് പ്ലേസസ്? അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടി എങ്ങനെ ചോദിക്കാം? ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ പബ്ലിക് ലൈബ്രറി? ക്യാൻ യു ടെൽ മീ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ പബ്ലിക് ലൈബ്രറി? ഡു യു നോ ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു ദ പബ്ലിക് ലൈബ്രറി? എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അപ്പം നമ്മളോട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മതി എന്ന് നമ്മളെങ്ങനെ പറയും? മുന്നോട്ട് പോയാൽ തന്നെ കാണാൻ പറ്റും. നമ്മളെങ്ങനെ പറയും? ഗോ സ്ട്രെയിറ്റ് അഹെഡ്. ഓക്കെ, ഗോ സ്ട്രെയിറ്റ് അഹെഡ് എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള അർത്ഥം ആ റോഡ് വഴി തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഗോ അലോങ് ദ റോഡ് എന്ന് പറഞ്ഞാലും ഈ റോഡിലൂടെ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഓക്കെ, ഈ റോഡിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ എത്താൻ പറ്റും. ഓക്കെ, ടേൺ ലെഫ്റ്റ് എന്താണ്? ലെഫ്റ്റ് ഏതാണ്? ഇടതാണ്. ഓക്കെ, സോ ടേൺ ലെഫ്റ്റ് പറയുമ്പോൾ ഇടതോട്ട് പോവുക, അല്ലെങ്കിൽ ഗോ സ്ട്രെയിറ്റ് അഹെഡ് ദെൻ ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോയിട്ട് ഇടത്തേക്ക് തിരിയുക എന്നാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ടേൺ റൈറ്റ് എന്ന് പറഞ്ഞാൽ വലതോട്ട് തിരിയുക, മുന്നോട്ട് പോയിട്ട് വലതോട്ട് തിരിയുക എന്നുള്ള പോലെ. ഓക്കെ, പിന്നെ മുന്നോട്ട് പോയിട്ട് ആദ്യത്തെ റൈറ്റ് എടുത്താൽ മുന്നോട്ട് പോയിട്ട് വലതുവശം ആദ്യം കാണുന്ന വലത് സൈഡിലുള്ള റോഡിലേക്ക് തിരിഞ്ഞാൽ മതി. എങ്ങനെ പറയും? ഗോ സ്ട്രെയിറ്റ് അഹെഡ് ആൻഡ് ടേക്ക് ദ ഫസ്റ്റ് റൈറ്റ്, അല്ലെങ്കിൽ ഗോ സ്ട്രെയിറ്റ് അഹെഡ് ആൻഡ് ടേക്ക് ദ ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് രണ്ടാമത്തേത് അങ്ങനെയൊക്കെ നമുക്ക് ഗോ സ്ട്രെയിറ്റ് അഹെഡ് ആൻഡ് ടേക്ക് ദ സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്, ഫോർത്ത് റൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും. ഓക്കെ,
ശരി. ആൻഡ് ഇപ്പം നമ്മൾക്ക് ഇന്ന ഷോപ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകണം എന്ന് പറയണം. ഓക്കെ, കോഫി ഷോപ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം എന്നാണെങ്കിൽ നമ്മളെങ്ങനെ പറയും? ഗോ സ്ട്രെയിറ്റ് ഓൺ പാസ്റ്റ് ദ കോഫി ഷോപ്പ്. ഓക്കെ, പാസ്റ്റ് എന്നുള്ള വേർഡ് നമുക്ക് കൊടുത്തത് അതിനെ പാസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്ത് പറയും? ഗോ സ്ട്രെയിറ്റ് ഓൺ പാസ്റ്റ് ദ കോഫി ഷോപ്പ്. ഇനി ഇപ്പോൾ ഇവിടെ ലൈബ്രറിയാണ്, ലൈബ്രറി കഴിഞ്ഞാണ് കോഫി ഷോപ്പ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗോ സ്ട്രെയിറ്റ് ഓൺ പാസ്റ്റ് അഹെഡ് ദ ലൈബ്രറി ആൻഡ് യു വിൽ റീച്ച് ദ കോഫി ഷോപ്പ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഇനി ഈ റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നടുക്കൊരു സംഭവം കാണും, അതിനെ ചുറ്റി 4 സൈഡിലേക്ക് നമുക്ക് വഴി പോകാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു സാധനത്തിലാണ് നമ്മൾ റൗണ്ട് അബൌട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റൗണ്ട് അബൌട്ടിൽ നമുക്ക് ഈ ഇന്ന സാധനം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് അറ്റ് ദ റൗണ്ട് അബൌട്ട്. ഓക്കെ, ഇനി നമുക്ക് റൗണ്ട് അബൌട്ടിൽ നമുക്ക് പല എക്സിറ്റ് കാണും അല്ലേ. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏത് വഴി കൂടെ പോകേണ്ടതെന്ന് പറയാൻ വേണ്ടി നമുക്ക് പറയാം ടേക്ക് ദ ഫസ്റ്റ് എക്സിറ്റ് അറ്റ് ദ റൗണ്ട് അബൌട്ട്, അല്ലെങ്കിൽ ടേക്ക് ദ 4th എക്സിറ്റ് അറ്റ് ദ റൗണ്ട് അബൌട്ട്. നമ്മൾ ചെന്ന് റൗണ്ട് അബൌട്ടിലേക്ക് കയറുന്ന വഴി അനുസരിച്ച് ആദ്യത്തെ വഴി എക്സിറ്റ് ചെയ്യാതെ, 4ാമത്തേന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സിറ്റ് ചെയ്യാതെ, 2ാമത്തെ എക്സിറ്റ് ചെയ്യാതെ, 3ാമത്തെ എക്സിറ്റ് ചെയ്യാതെ 4ാമത്തേതിൽ കൂടെ ഇറങ്ങുന്നതിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും ഡയറക്ഷൻ റിലേറ്റഡ് വൊക്കാബുലറിയാണ് തൽക്കാലം ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണം, ഡയറക്ഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണം, ഡയറക്ഷൻ ചോദിക്കാനും പറയാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കോമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലത്തെ കോണ്ടന്റിന് വേണ്ടിയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു വീഡിയോസും കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കോണ്ടന്റാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, ഫാമിലി ആവട്ടെ, അവർക്കും കൂടി ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ വീഡിയോസ് നിങ്ങളിപ്പോൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൗൺസിലർ പറഞ്ഞു തരും. ആ ഡീറ്റെയിൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ട്രൈ ആൻഡ് ജോയിൻ അവർ ഫാമിലി. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് സെഷനിൽ കാണുന്നതുവരെ ദിസ് ഇസ് അക്സ അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.